അപ്പോൾ ഇത് നമ്മുടെ മൈസൂർ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മളന്ന് ലാസ്റ്റ് ബാവലിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ മാനന്തവാടി വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ താമരശ്ശേരി ചുരം വഴിയല്ല, കുറ്റ്യാടി എടുത്തിട്ട് കുറ്റ്യാടിയിൽ വന്നിട്ട് കുറ്റ്യാടിയിൽ നിന്ന് പേരാമ്പ്ര വഴി കോഴിക്കോട് NH-66 നേരെ നമ്മൾ പെരുമ്പാർക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ടാണ് ഞാനപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാറുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഈ ട്രിപ്പ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളും ഞാൻ പറയാം, എനിക്ക് എത്ര എക്സ്പെൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതെന്താ ഈ എക്സ്പെൻസ് കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഒരു യാത്ര എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നത് എക്സ്പെൻസ് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും. നമ്മൾ അങ്ങനെ എക്സ്പെൻസ് ഉദ്ദേശിച്ചിട്ട്, ചിലവുകൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ യാത്ര എപ്പോഴും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും യാത്രകൾ പോകാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് യാത്രകളാണ്. സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളിക്ക് ഇല്ലാത്ത എക്സ്പീരിയൻസുകൾ എനിക്ക് യാത്രകളിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വരും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ എനിക്ക് വന്ന ബേസിക് എക്സ്പെൻസുകൾ ഞാൻ പറയാം. ഞാൻ അറിയാം, ഈ വെഹിക്കിൾ ഇതൊരു പെട്രോൾ വണ്ടിയാണെങ്കിൽ ഞാൻ ഇതിൽ CNG ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. MG ആസ്ട്ര ആണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി. അപ്പോൾ ഇതിൽ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വെച്ചായിരുന്നു. കാരണം ഈ റൂട്ടിൽ ചിലപ്പോഴൊക്കെ CNGയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ അന്നൊരു 3500 ചില്ലാൻ രൂപ അടിച്ചപ്പോൾ ഇത് ടാങ്ക് ഓൾറെഡി ഇതിൽ പെട്രോൾ കിടക്കുന്നതുകൊണ്ട് ടാങ്ക് ഫുള്ളായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തായിരുന്നു, അത് എമർജൻസിയിൽ ഉപയോഗിക്കാൻ മാത്രമേ അങ്ങനെ പെട്രോൾ ഉപയോഗിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് റൂട്ടിലെ എല്ലാ സ്ഥലത്തും എനിക്ക് CNG കിട്ടിയായിരുന്നു. കുറച്ച് സ്ഥലത്ത് മാത്രം CNG കിട്ടിയില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് നാടുകാണി ചുരം കയറിയപ്പോഴും നാഗറോള് ടൈഗർ റിസർവ്, അത് ഫോറസ്റ്റ് റൂട്ട് പാസ് ചെയ്തപ്പോഴും ഞാൻ CNG ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അത് CNG വെഹിക്കിൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നമ്മൾ നോർമൽ CNG ഉപയോഗിക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറച്ച് പുള്ളിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ചുരം കയറുമ്പോൾ പുള്ളിങ്ങിൻ്റെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഞാൻ വണ്ടിയെ കൂടുതൽ കഷ്ടപ്പെടുത്തണമെന്ന് വെച്ചിട്ട് അത് പെട്രോളാണ് ഞാൻ ചുരം കയറിയായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യം കേട്ടോ, ഒരു ഓൾമോസ്റ്റ് ഒരു 1800 രൂപയുടെ പെട്രോളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്രോൾ ഇനത്തിലാകെ എത്ര വന്നിട്ടുള്ളൂ, 1800 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ വന്നത് നമുക്ക് CNG എല്ലാ സ്ഥലത്തുകൂടി ഒരു 3-4 ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് അടിച്ചത് കൊണ്ട് ഈ വണ്ടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 12 കിലോയുടെ ടാങ്കാണ് ഈ വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 9.5 കിലോ കൂടുതൽ എനിക്ക് കിട്ടാറ്. ചില സ്ഥലത്ത് വളരെ റെയറായിട്ട് മാത്രം 10 കിലോ ഗ്യാസ് ഫുള്ളായിട്ട് ഇതിൽ കയറത്തുള്ളൂ. അത് ഈ കംപ്രസർ ഗ്യാസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയറുന്ന ആ 9.5 കിലോ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുകൊണ്ട് ഞാനൊരു 4 ഫ്യൂൽ സ്റ്റേഷനിൽ നിന്ന് മാത്രം CNG അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് മൊത്തമായിട്ട് എനിക്കൊരു 2700 രൂപയുടെ ഫ്യൂവൽ CNG കൊണ്ടുവന്നു. അപ്പോൾ മൊത്തം ഒരു ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് നമുക്കത് പറയുന്നത് 4500 ആണ്. അത് മൊത്തം പറയാൻ പറ്റില്ല. ഇപ്പോൾ അന്ന് അടിച്ച CNGയിലാണ് ഇപ്പോഴും ഞാൻ ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതിൽ ഓൾറെഡി ഇപ്പോഴും കുറച്ച് CNG ഒരു 35-40 കിലോമീറ്റർ പോകാനുള്ളത് CNG ഇപ്പോൾ ഇതിലും ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുൾപ്പെടെ എല്ലാം കൂട്ടിയാലും 2700 രൂപയുടെ ഗ്യാസാണ് നമുക്ക് വന്നത്. പിന്നെ ഒരു 1800 രൂപയുടെ പെട്രോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ 4500 രൂപയാണ് നമുക്ക് ഫ്യൂവലിൻ്റെ എക്സ്പെൻസ് വന്നത്. പിന്നെ 2 സ്റ്റേ ആണ് നമ്മൾ മെയിനായിട്ട് ഇതിലെടുത്തായിരുന്നത്. ഒന്ന് ഗൂഡല്ലൂരും പിന്നെ ഒന്ന് മൈസൂരും. 2 ദിവസത്തേക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യൽ, ഒരു ദിവസത്തേക്ക് ക്യാൻസൽ ചെയ്യാറുണ്ട്. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൂഡല്ലൂർ സ്റ്റേക്ക് നമുക്ക് അവിടെ മുറുസീനിൽ വന്നത് 1000 രൂപയുടെ സ്റ്റേ ആണ് ഞാൻ എടുത്തായിരുന്നത്. പിന്നെ മൈസൂർ നല്ല ഹോട്ടലായിരുന്നു, പുതിയ സ്റ്റേ ആയിരുന്നു നല്ലത്. അവിടെ നമുക്ക് 2550 രൂപയുടെ റൂമാണ് ഞാൻ എടുത്തായിരുന്നത്. അങ്ങനെ മൊത്തം 3550 രൂപയുടെ സ്റ്റേ ആണ് ഞാൻ എടുത്തത്. പിന്നെ വഴിയിൽ പിന്നെ അടുത്ത തന്നെ എക്സ്പെൻസ് വന്നത് ഫുഡ് ഞാൻ ആകെ മൊത്തം എനിക്ക് എക്സ്പെൻസ് വന്നത് 3000 രൂപയാണ്. അതെന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈസൂരിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് ഞാനൊരു ഹോട്ടൽ കാണിച്ചായിരുന്നു, ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ഹോട്ടൽ. അവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഫുഡിന്. അപ്പോൾ ഞങ്ങൾ 2 പേര് മീൽസും ഒരു ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും മേടിച്ച് അങ്ങനെ ചെയ്തപ്പോൾ അത്യാവശ്യം റേറ്റ് ആയതുകൊണ്ടാണ് 3000 എക്സ്പെൻസ് വന്നത്. അല്ലെങ്കിൽ റൂട്ടിലൊക്കെ റേറ്റ് ഗ്യാസിൻ്റെ പ്രശ്നം അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റേറ്റിൽ അത്ര കാര്യമായ ഫുഡിൻ്റെ വിലയിൽ അത്ര ഇതായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്, ഏതൊക്കെ യാത്രകളാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും ഡീറ്റെയിലും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ ചെയ്യാണ്. ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ പേജിനെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിൽ യൂട്യൂബിലാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഏതെങ്കിലും ട്രാവൽ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരുണ്ടെങ്കിൽ അവരും നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ എങ്ങനെ വീഡിയോ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ രീതിയിൽ നമുക്ക് എങ്ങനെ പോയിട്ട് വരാം, ഒരുപാട് ലക്ഷറി അല്ലാതെ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
ട്രിപ്സ് എല്ലാം പോയിട്ട് വരാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, ഏതൊക്കെ ഏരിയ കവർ ചെയ്യാം, ഇതൊക്കെയായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ബൈ.